അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്ത് തഖ്വയുള്ളവരായ തഖ്വയുടെ മാനദണ്ഡത്തിൽ തഖ്വയുള്ളവർക്ക് ലഭിക്കുന്ന വിജയം, ആ വിജയം കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതിനിടയിൽ എന്ത് വേവലാതിപ്പെടുത്തുന്ന വാർത്ത കേട്ടാലും, ഏത് തരം ആക്ഷേപം കേട്ടാലും, ഏതു തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നാലും നമ്മൾ ഓർത്തു വെക്കുക കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കാനുള്ളവരാണ്. ദുനിയാവിൽ ആർക്കും അമരത്വമില്ല. ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികളിൽപ്പെട്ട ഓരോരുത്തനും, ഓരോ ഭരണാധികാരിയും, രാജാവും പ്രജയും, പാവപ്പെട്ടവനും പണക്കാരനും, അതുപോലെ അടിമയും ഉടമയും സർവരും മരിക്കാനുള്ളവരാണ്. മരിക്കാത്തവരായി ആരുമില്ല, ചിരഞ്ജീവികളായി ആരുമില്ല. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നീ കേട്ട കുത്തുവാക്കുകൾക്ക്, ആക്ഷേപങ്ങൾക്ക്, അധിക്ഷേപങ്ങൾക്ക്, അതുപോലെ തന്നെ ഭീകരവാദ ചാപ്പകൾക്ക്, ആ നേരത്ത് നിനക്കുണ്ടായ നൊമ്പരങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം, നിന്റെ കാലിൽ തറച്ച മുള്ളിന്റെ വേദനയ്ക്ക് പോലും പ്രതിഫലം നൽകപ്പെടുന്ന ഖിയാമത്ത് നാളിൽ പൂർണ്ണമായി നൽകപ്പെടുമ്പോ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് ദുനിയാവിൽ സിംഹാസനങ്ങൾ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നവനല്ല വിജയിച്ചവൻ. അതല്ലെങ്കിൽ ഏതെങ്കിലും തിണ്ണമെടുക്കിന്റെ ബലത്തിൽ അധികാരത്തിന്റെ ദമ്പ് കാണിക്കുന്നവനല്ല വിജയിച്ചവൻ. അതല്ലെങ്കിൽ കട്ടും കവർന്നും ചൂഷണം ചെയ്തും തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയും ഉണ്ടാക്കിയ സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നവനല്ല വിജയിച്ചവൻ. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നാളെ റബ്ബിന്റെ മുന്നിൽ ആഖിറത്തിൽ ആ നരകത്തിൽ നകറ്റപ്പെടുകയും സ്വർഗവാസികളായി സ്വർഗത്തിൽ പരിലസിക്കാൻ കഴിയുകയും ചെയ്തവനാരോ അവനാണ് വിജയം എന്ന അള്ളാഹുവിന്റെ ആ സന്തോഷ വാർത്തയുണ്ടല്ലോ, അള്ളാഹ് നൽകുന്ന തബ്ശീറുണ്ടല്ലോ, അള്ളാഹ് നമുക്ക് നൽകുന്ന ആശ്വാസമുണ്ടല്ലോ, അത് കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കരുത്തിൽ, ആ ഒരു വിശ്വാസത്തിൽ സർവ്വ പ്രതിസന്ധികളെയും അതിജയിക്കുന്ന ഈമാനുള്ള തഖ്വയുള്ള മുത്തക്കുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.